പിണറായിയുടെ 10 വർഷത്തെ ഭരണം എന്താണെന്ന് ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ മോളെ. ഏറ്റവും മോശമായ ഭരണമാണ് ഇത് ഉള്ളിൽ. പെണ്ണുങ്ങൾ കണ്ടാൽ ചൂലെടുത്തടിക്കും. തകർന്ന് തരിപ്പണമായി കേരളം. പട്ടിണിയും പരിവട്ടമായി. ജോലിക്കാർക്ക് ജോലിയില്ല. തീരെ മോശം പറ്റില്ല. ജനങ്ങളെ അങ്ങോട്ട് ഇതായി കളഞ്ഞു വെറുതെ. ഒന്നുമില്ലാത്ത ഭരണം, മോശം ഭരണം. ഈ ഭരണത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണ് വനിത. നല്ല അഭിപ്രായം. രാഹുൽ മങ്കടൊന്നും വിഷയമല്ലല്ലോ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പോപ്പുലർ ആയത്. ബുദ്ധിമുട്ടാണ്. അതെ. ഇവിടെ ഈ ആംബുലൻസ് ഓർഡർ മുഴുവൻ കള്ളക്കടത്താന്ന് എനിക്ക് സംശയം. ഒരു ദിവസം 4-5 ആംബുലൻസ് കിടന്ന് ഓർഡറുണ്ട്. ഇതിൽ വല്ല ബിസ്ക്കറ്റാണോ കള്ളക്കടത്താണോ ഒന്നും അറിയാൻ പറ്റില്ല. ആകെ അഴിമതിയാ. ഇതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് നല്ലൊരു ശക്തമായ പ്രതിപക്ഷമില്ല ഇവിടെ. ഈ അമ്പലത്തിലെ സാധനമൊക്കെ കള്ളക്കടത്ത് ഇതിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റില്ലല്ലോ. 10 വർഷം നീണ്ടു നിന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാനാണ് ഇന്ന് തൃപ്പൂണിത്തറ ദ ജേർണലിസ്റ്റിന്റെ ടീം എത്തിയിരിക്കുന്നത്. തകർന്ന് തരിപ്പണമായി കേരളം. പട്ടിണിയും പരിവട്ടമായി. ജോലിക്കാർക്ക് ജോലിയില്ല. എന്താ വെച്ചാൽ ഒരു പുതിയതായിട്ട് ഒരു വർക്ക് തുടങ്ങുകയാണെങ്കിൽ അവിടെ പാർട്ടിയുടെ കൊടി കൊണ്ടെന്ന് വെച്ചിട്ട് അവിടെ നശിപ്പിച്ച് കളയുക. കൈക്കൂലി ഇതെല്ലാം ചോദിച്ചിട്ട് വേറെ എന്തോ പിന്നില്ലേ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു എന്താ വെച്ചാൽ ഇവിടെ അതിദാരിദ്ര്യമല്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവരാരും ചൂണ്ടിക്കാണിക്കുക. എവിടെ ഇല്ലാത്തത് ദാരിദ്ര്യമില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബം കാണിക്കുക. മനസ്സിലായി. ഇപ്പോഴത്തെ ഭരണം പിണറായിയുടെ 10 വർഷത്തെ ഭരണം എന്താണെന്ന് ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ മോളെ. തുടങ്ങിയിട്ടേ ഉള്ളൂ. അതല്ല പറഞ്ഞേക്ക്. ഇപ്പോഴത്തെ ഭരണം പിണറായി വിജയന്റെ നല്ലതാണോ ചീത്തയാണെന്ന് പറയണം. ഓക്കെ, അത് ഇപ്പം നമുക്ക് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. കാരണം വ്യാപാരമൊന്നുമില്ല. ലോട്ടറി അടിക്കാനില്ല. മറ്റേ ലോട്ടറി അടിച്ചുകൊണ്ടിരുന്ന ലോട്ടറി ആഴ്ച ഒരിക്കൽ എന്തെങ്കിലും കിട്ടുന്നത്. ഇപ്പോൾ ഒന്നും കിട്ടണല്ലോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്റ്റുഡൻസിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന പൊളിച്ചേനെ. പിന്നെ ഏറ്റവും മോശമായ ഭരണമാണ് ഇത് ഉള്ളിൽ എല്ലാ രീതിയിലും. അതായത് ക്ഷേമനിധി മുഴുവൻ കട്ടും തിന്നു. ഓട്ടോറിക്ഷക്കാരാണെങ്കിലും മറ്റുള്ളവർ വയസ്സായവരുടെയൊക്കെ ക്ഷേമനിധി പെൻഷനും ഒക്കെ അടിച്ചു മാറ്റിയേക്കാണ്. ഒരു പൈസ അക്കൗണ്ടിൽ ഇല്ല. ഇപ്പോൾ പെൻഷൻകാരുടെ കാര്യവും കഷ്ടത്തിലാണ്. ഈ കണക്കിനാണ് ഈ തോണ പെൻഷൻ കൊടുക്കുമെന്ന് തോന്നിയില്ല. 10 വർഷത്തെ പിണറായിയുടെ ഭരണം സൂപ്പർ. തീരെ മോശം പറ്റില്ല. ജനങ്ങളെ അങ്ങോട്ട് ഇതായി കളഞ്ഞു വെറുതെ. ഒന്നുമില്ലാത്ത ഭരണം, മോശം ഭരണമാണ്. മാറണമെന്നാണ്. അത് മോശമായ അഭിപ്രായമാണ്. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപ മാക്സിമം 500 രൂപ ലാഭത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സർക്കാർ വന്ന് 9 വർഷം എനിക്ക് ലാഭത്തിൽ പോയപ്പോൾ 500 രൂപയ്ക്ക് ഒരു മാക്സിമം ഒരു സാധനം പോലും എടുക്കാൻ പറ്റില്ല. വിലവർദ്ധനം എന്ന് പറഞ്ഞാൽ GSTയും അതും ഇതും എല്ലാം കൂട്ടി ഒരുമാതിരി വിലവർദ്ധനം തന്നെയാണ്. സാധാരണക്കാര ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഭരണത്തിൽ മാറി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ സാധാരണ നിത്യ വരുമാനത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ ഭരണത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ. നല്ല അഭിപ്രായം ഇല്ല. അതെ, അതുകൊണ്ടാണ് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നില്ല. വിലക്കയറ്റവും. ഇനിയും പിണറായി തന്നെ കേരളത്തിലേക്ക് വീണ്ടും വരും. പിണറായി അല്ല വന്നെ പി രാജീവാണ് കേരള മുഖ്യമന്ത്രി. പെൺകുട്ടിയും വരും. ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണ് വനിത. ഞങ്ങൾക്ക് ഗുണങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് പറയല്ലോ. ഇപ്പോൾ പെൻഷനും വിധവ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ഒരു ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ വീടിൻ്റെ മെയിൻ്റനൻസിന് ലോണ് വെച്ചിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം വെച്ചിട്ടും നമുക്കത് തന്നിട്ടില്ല. ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഈ തവണയും വെച്ചിട്ടുണ്ട്. കിട്ടുക ഇല്ലെന്ന് അറിയാനും പാടില്ല. അങ്ങനത്തെ സാഹചര്യമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലും കാണിക്കുന്നതൊക്കെ നമ്മുടെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ കാണിക്കുന്ന ആകെ അഴിമതിയാണ്. എന്തോരം വർക്കുകൾ പെൻഡിങ് ആയി. ഇവിടെ ഏതെങ്കിലും വർക്ക് ഇവിടെ നടക്കുന്നുണ്ടോ? തൊഴിലാളികൾക്ക് തൊഴിലില്ല. എല്ലായിടത്തും സമരവും. ഇത് അവകാശങ്ങൾ വെച്ച് പുതിയത് തുടങ്ങാൻ പോകുന്ന സംരംഭം പുറകെ കൂടി കാശ് വെച്ചിട്ട് അവർ നശിപ്പിക്കുക. കേരളം ഒരിക്കലും ഇവർ ഭരിച്ച കേരളം ഒരിക്കലും രക്ഷപ്പെടില്ല. പിണറായി സർക്കാരിൻ്റെ ചില നടപടികൾ ചില സമയത്ത് ഇഷ്ടപ്പെടാത്ത ചില തീരുമാനങ്ങളൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഭരിക്കുന്നവർ തീരുമാനിക്കുമല്ലോ. ആരാ ഭരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതാരാ ഓരോരുത്തർ വിചാരിച്ചാലാണ് ആര് ഭരിക്കുന്നത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതും പറയാൻ പറ്റില്ല. ജനങ്ങൾ തീരുമാനിച്ചാൽ ആർക്ക് വേണമെങ്കിലും ഭരിക്കാം.
സൈഡ് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം പറഞ്ഞത് ബാധിക്കും. ഒന്നും ജനങ്ങളുടെ ഇടയിൽ പ്രശ്നമില്ലാത്തൊരു വിഷയമല്ലേ? അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? ജനങ്ങളുടെ വിഷയങ്ങളല്ലേ നോക്കണ്ടത്, സാധാരണക്കാരൻ്റെ കാര്യങ്ങളല്ലേ നോക്കണ്ടത്. അല്ല രാഹുൽ മാങ്കൂട്ടമൊന്നും വിഷയമല്ലല്ലോ. വിഷയമല്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അടുത്ത പറഞ്ഞ ആര് കൊണ്ടുപോകാൻ ചാൻസ്? അത് ജനങ്ങളുടെ കയ്യിലിരിക്കും, ജനങ്ങളുടെ തീരുമാനം പോലെ ഇരിക്കും. ഒരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കണ്ടില്ലേ, ഇതുണ്ടല്ലേ, ആരും വിചാരിച്ചാ അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലിരിക്കും കാര്യം. വലിയ മോശമൊന്നുമില്ല, കാരണം വികസനം ഉണ്ടായിട്ടുണ്ട്. ഏത് ഭരണത്തിലും വികസനം നടക്കുന്നുണ്ട്, അത് നമ്മളില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില സ്വജനപക്ഷപാതവും പിന്നെ ഇതിലെ ചില അഴിമതികളും എപ്പോഴും ഏത് ഭരണത്തിനെതിരും ഉണ്ടാവും. അത് ജനങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതങ്ങനെ പോവുള്ളൂ. ജനാധിപത്യ രാഷ്ട്രമല്ലേ, അതങ്ങനെ പോവുള്ളൂ. ഓക്കെ, താങ്ക് യു. പിണറായി സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അൺപോപ്പുലറായിട്ടുണ്ട്. പിന്നെ ആളുകളുടെ കൊടുക്കേണ്ട സംഗതികൾ ഇപ്പോൾ ഈ ആശാ വർക്കേഴ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അവർ കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, നിസ്സാര പൈസയുടെ കാര്യത്തിൽ ചെയ്യാതെ, അതേമേത്ത് വലിയ ഇതായിട്ടുള്ള ചിലവുകളൊക്കെ വഹിക്കുക, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയണത്, പക്ഷേ അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്ര പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. ഇനിയിപ്പോ ഭരണം തുടർച്ചയുണ്ടാകുമോ? ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന നാട്ടിലല്ലേ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല കാര്യമായിട്ട്. കാര്യം ഇപ്പം നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന നമ്മൾ കേരളത്തിലെ ജനങ്ങളാണ്. അപ്പൊ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലായിരിക്കണമല്ലോ ഒരു ഭരണം ഉണ്ടാവേണ്ടത്. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഭരണം വരുമ്പോ അടുത്ത ഭരണം എന്താകും, അല്ലെങ്കിൽ അടുത്ത ഭരണം ഇവര് തന്നെ ഭരിക്കുമോ? നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലല്ലോ ഇതൊന്നും. ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ പറയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, ഇതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കില്ല അറിയാൻ പറ്റുമല്ലോ. അന്നേരം നമ്മൾ നമ്മൾ മുൻകൂട്ടി അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. സമ്മതിയായി നമ്മുടെ ആൾ തീരുമാനിക്കണമല്ലോ. കോടിക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ കേരളത്തിൽ, ആ ജനങ്ങൾ തീരുമാനിക്കണതാണല്ലോ. അതും വരുമ്പോൾ നമുക്ക് നോക്കാതെ നമ്മൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല, താല്പര്യം കുറവാണ്. ഭരണം അവരിപ്പോൾ എന്തായാലും പിന്നെ നിയമസഭയുടെ ഇത് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൂടി കഴിഞ്ഞാലേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും ഓക്കെ, ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് മോളിങ്ങനെ വന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഞാൻ പറയണത് ഇപ്പോഴത്തെ ഭരണം പോലെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പറയണില്ലേ എന്ന പോലെ ഇനിയും ഈ കോൺഗ്രസ്സുകാർ ഇതിലേക്ക് ആരും ചെയ്യാനുണ്ടാവില്ല, വോട്ട് ചെയ്യാനുണ്ടാവില്ല. ഇവർ തന്നെ ഭരിക്കണം നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കത്ര പറയാനുള്ളൂ. ലോട്ടറിയിൽ 10 വിധമായിട്ടല്ല കൊടുക്കണേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ കഴിയണം. തൊഴിലുറപ്പ് ചെയ്യുന്നവർക്ക് വെറും 369 രൂപയുള്ളൂ, തടവുകാർക്ക് 690 രൂപയുണ്ട്, 669 രൂപയോളം. തൊഴിൽ ഇല്ലല്ലോ, തൊഴിലുറപ്പുകാർക്ക് തൊഴിൽ കുറവ്, അങ്ങനെയൊക്കെ ഓടിപ്പോകും. ഞങ്ങൾ ഈ വഴിയോര കച്ചവടക്കാരെയൊക്കെ മാറ്റാൻ ഓർഡറായി കോടതിയിൽ നിന്ന്. അപ്പോൾ അത് അങ്ങനെയുള്ളവർ ഇനി എന്നാ ചെയ്യും, ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കുക, എന്തെങ്കിലും വഴിയോര കച്ചവടം ചെയ്യാനുള്ള അനുവാദം തരുക, അതാ വേണ്ടത്. ശരിയാണ്. അങ്ങനെയല്ല, ഇപ്പം CBSE എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും സ്റ്റേറ്റ് പരമായിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പത്രം വായിക്കൽ കുറവാണ്, അപ്പം അതിൻ്റെതായിട്ടുള്ള CBSE അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതെ, ശരി. കൂടുതൽ വികസനങ്ങൾ, സ്കൂൾ, റോഡ്, ഹോസ്പിറ്റൽ, എല്ലാ മേഖലയിലും വികസനം തന്നെ. പിണറായി സർക്കാർ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ ഭരിക്കുമെന്ന് 100% പിണറായി സർക്കാർ അധികാരത്തിൽ വരും. പ്രധാനമന്ത്രിയിലൊക്കെ മുഖ്യമന്ത്രിയുടെ സൗകര്യം അത് പാർട്ടി വിലയിരുത്തുക, ആരാ പ്രധാനമന്ത്രിയാണോ എന്നാണോ എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിണറായി തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീരെ മോശമായി പറഞ്ഞോ ഇത്. സാധാരണ
സാധാരണക്കാരന് ഏറ്റവും ബുദ്ധിമുട്ട് വന്നേക്കുന്നത്. പൈസ ഉള്ളവന് പ്രശ്നമില്ല. ഈ സാധാരണക്കാർ ഞങ്ങളെപ്പോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ പറയാനുള്ളൂ, വേറെന്ത് പറയാൻ. അത് തന്നെയാണ് ഞാനും പറയുന്നത് കേട്ടോ. അതെ, ഈ പിണറായിയുടെ ഭരണം ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. എന്തു പറയാനാ, ബുദ്ധിമുട്ടാണ്. അതെ അതെ, BJP വരാനാ ഇഷ്ടം. അതെ അതെ, അറിയില്ലല്ലോ. ഇപ്പൊ ഇത് 10 കൊല്ലായില്ലേ ഇയാള് ഭരിക്കുന്നത്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ BJP ഭരണം എന്നാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് ആഗ്രഹം കേട്ടോ. ശരി ശരി. എന്ത് പറയാനാണ്, ആര് കളിച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. നമുക്ക് അവർ സർക്കാർ കൊണ്ട് നമുക്ക് വല്ല ഉപകാരമുണ്ട്. നല്ല അഭിപ്രായം. ഒക്കെ ദൈവം ഉദ്ദേശിച്ചത് പോലെ നടക്കും. അതാണ് നമ്മളുടെ ഭരണത്തിൻ്റെ അഭിപ്രായം നമുക്ക് പറയാനുള്ളത്.